എല്ലാവർക്കും സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായ ദ എസൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ പൊരുളെന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിലെന്താണ് നമ്മൾ അവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു. അതായത് ഒരു അവസ്ഥയിലിരിക്കുന്ന വസ്തു, അതായത് ഇപ്പോൾ ഖരാവസ്ഥയിലിരിക്കുന്ന വസ്തു താപം സ്വീകരിക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. അവിടെ നിന്നത് വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഉദാഹരണമായിട്ട് ഐസ് ഒരു ഖരാവസ്ഥയിലുള്ള വസ്തുവാണ്. അത് താപം സ്വീകരിക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് മാറുന്നത്, വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ വാതകാവസ്ഥയിലുള്ള നീരാവിയായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണ്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു വസ്തു പൊട്ടുന്നതും അതുപോലെ തന്നെ കീറുന്നതും ഉരുകുന്നതും വികസിക്കുന്നതും എല്ലാം ഭൗതിക മാറ്റത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ഥിരമാറ്റം അല്ലെങ്കിൽ പെർമനന്റ് ചേഞ്ച്, അതുപോലെ തന്നെ എന്താണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭൗതിക മാറ്റത്തിന്റെ ഫലമായിട്ട് പുതിയ വസ്തു ഉണ്ടാകുന്നില്ല, അതിൻ്റെ അവസ്ഥയ്ക്കോ ആകൃതിക്കോ വലിപ്പത്തിനോ മാത്രം വ്യത്യാസം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് രാസമാറ്റം എന്ന് നോക്കാം. The process in which substance change into new substances by absorbing or releasing energy is termed as chemical change. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ സ്ഥിരമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാസമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കെമിക്കൽ ചേഞ്ച് ഒരു പെർമനന്റ് ചേഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് പഞ്ചസാര എടുത്തതിന് ശേഷം ഒരു വശത്ത് അതിനെ ചൂടാക്കുന്നു, മറ്റൊരു സൈഡിൽ എന്ത് ചെയ്യുന്നു, മെഴുകുതിരി എന്ത് ചെയ്യുന്നു, നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ മെഴുക് ഉരുകി എന്ത് ചെയ്യുന്നു, ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ ആ ദ്രാവകാവസ്ഥ നമുക്ക് വീണ്ടും തണുത്തുറഞ്ഞ എന്തായിട്ട് മാറും, മെഴുകായിട്ട് മാറും. എന്നാൽ പഞ്ചസാര ചൂടാക്കുമ്പോൾ അത് കാർബൺ അല്ലെങ്കിൽ കരി എന്ന രൂപത്തിലാകുന്നു. കരി അല്ലെങ്കിൽ കാർബൺ എന്ന രൂപത്തിലാകുന്നു. ഇതിനെ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാൻ കഴിയത്തില്ല, പഞ്ചസാരയാക്കി മാറ്റാൻ കഴിയില്ല. അതായത് പഞ്ചസാര ചൂടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. അതുകൊണ്ട് അതൊരു രാസമാറ്റമാണ് അല്ലെങ്കിൽ അതൊരു സ്ഥിരമാറ്റമാണ്. എന്നാൽ മെഴുക് ഉരുകുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ആ ഒഴുകിയ ദ്രാവകത്തെ നമുക്ക് വീണ്ടും മെഴുകാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതൊരു ഭൗതിക മാറ്റമാണ്. അടുത്തതായിട്ട് നമുക്ക് രാസമാറ്റത്തിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് സൂര്യനിൽ നിന്നും പ്രകാശരശ്മികൾ താഴേക്ക് പതിക്കുന്നതും അതുപോലെ തന്നെ അതിന് സമീപത്തായിട്ട് മരം നിൽക്കുന്നതും അതിന് ചേർന്ന് കുറച്ച് ചെടികൾ നിൽക്കുന്നതും നമുക്ക് കാണാം. അതിൽ ചോദ്യം എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ രാസമാറ്റം എന്താണ്, അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ കെമിക്കൽ ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ഈ ചിത്രം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആ ചിത്രത്തിലുള്ളത്. ഈ പ്രോസസ്സിന്റെ ഫലമായിട്ട് അവിടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു. അതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഈ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു രാസമാറ്റമാണ്, അതല്ലെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തൊരു ഉദാഹരണം നോക്കാം. മാങ്ങ പഴുക്കുന്നു. അപ്പോൾ ഈ പഴുത്ത മാങ്ങയെ നമുക്ക് ഒരിക്കലും പച്ചമാങ്ങയാക്കി മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അതെന്താണ്, ഒരു രാസമാറ്റമാണ്. അങ്ങനെ ഈ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാവും. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ കണ്ടെത്തി എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അടുത്തൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് മഴയാണ്. അതായത് നമ്മുടെ ജലസ്രോതസ്സുകളിൽ നിന്നും ജലം നീരാവിയായിട്ട് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. അത് അവിടെ ചെന്ന് മേഘങ്ങളായി രൂപപ്പെട്ട് തിരിച്ച് മഴയായിട്ട് ഭൂമിയിലേക്ക് തന്നെ പെയ്യുന്നു. അപ്പോൾ ഇതൊരു ഭൗതിക മാറ്റമാണോ അതോ രാസമാറ്റമാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു പ്രക്രിയയുടെ ഫലമായിട്ട് പുതുതായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഈ വെള്ളം നീരാവിയായിട്ട് മാറുന്നു. ആ നീരാവി എന്ത് ചെയ്യുന്നു, വീണ്ടും ജലമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. അവിടെ ഒരു പുതിയ പദാർത്ഥവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മാറ്റം സംഭവിക്കുന്നത്. കണ്ടാൽ തന്നെ നമുക്കറിയാം അതെന്താണ്, ഒരു ഭൗതിക മാറ്റമാണ്, അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതായത് അതിൻ്റെ അവസ്ഥയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മാറ്റം സംഭവിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായ മാറ്റത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ അവസാനത്തെ ടോപ്പിക്കായിരുന്നു രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് എന്താണ്, എനർജി അഥവാ ഊർജ്ജം എന്ന് പഠിച്ചു, വിവിധ ഊർജ്ജ രൂപങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഊർജ്ജ മാറ്റത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ അവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പഠിച്ചു.
അതിനുശേഷം ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സ്ഥിര മാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഒരു സന്ദർഭം തന്നിരുന്നു കഴിഞ്ഞാൽ അത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമ്മൾ പഠിച്ചു. ഭൗതിക മാറ്റത്തിന്റെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, എന്നാൽ രാസമാറ്റത്തിന്റെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ചാപ്റ്റർ വീട്ടിൽ ഇരുന്ന് വ്യക്തമായിട്ട് പഠിക്കുക.